ഇമ്മിഗ്രേഷൻ രംഗത്ത് സന്തോഷകരമായ കാര്യങ്ങളല്ല നടക്കുന്നതെങ്കിലും ക്രിസ്തുമസിന് സന്തോഷകരമായ ഒരു കാര്യം പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ദിവസത്തെ അവധി കൂടെ നൽകിയിരിക്കുന്നു. ഡിസംബർ 24 ഡിസംബർ 26. അത് കഴിഞ്ഞാൽ പിന്നെ വീക്കെൻഡുമാണ്. ഏതായാലും നന്നായി. അടുത്ത ആഴ്ച നമുക്ക് അടിച്ചു പൊളിക്കാൻ വളരെ സൗകര്യങ്ങൾ കിട്ടിയിരിക്കുന്നു. അപ്പം ആ അവധികൾ സ്റ്റേറ്റ് തലത്തിലും പിന്നെ സ്വകാര്യ മേഖലയിലും കൂടി ബാധകമാക്കണം. അങ്ങനെ അമേരിക്ക ഒട്ടാകെ ഒരു 2-3 ദിവസം അടിച്ചു പൊളിക്കുന്ന ഒരവസ്ഥ വരട്ടെ. ഇനി ഇമിഗ്രേഷൻ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഏറ്റവും മോശമായ ഒരു റിപ്പോർട്ട് കണ്ടത് മിനസോട്ടയിൽ നിന്നാണ്. അവിടെ പിന്നെ ഗർഭിണിയായ ഒരു സ്ത്രീയെ ഈ ഇമിഗ്രേഷൻകാർ പിന്നെ ഈ സ്നോയിൽ പിടിച്ചു കിടത്തിയിരിക്കുന്നു. എന്നിട്ട് അവരുടെ പുറത്ത് കാല് വെച്ചോ അല്ലെങ്കിൽ അവരെ നിലത്തോട് ചേർത്ത് പിന്നെ കിടത്തിയിട്ട് പിന്നെ ഈ കൈകൾ പുറകിൽ പിന്നെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്, വിലങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ വിളിച്ചു കൂവുന്നു ഇവർ ഗർഭിണിയാണ്, അവരെ പിന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ ആളുകൾ വിളിച്ചു കൂവുന്നുണ്ടെങ്കിലും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. ആളുകൾക്ക് നേരെ പെപ്പർ സ്പ്രേ ഒക്കെ പ്രയോഗിക്കുകയാണ് ചെയ്തത്. പിന്നെ എന്തായാലും അവർ ഇക്വഡോറിൽ നിന്നോ മറ്റോ ഇല്ലീഗലായിട്ട് വന്നതാണ്. പിന്നെ കെട്ടിയോനെയും പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കെട്ടിയോനെ എവിടെ വെച്ചാണ് പിടിച്ചതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് വളരെ ക്രൂരതയാണെന്നാണ് അത് കണ്ടു നിന്നവരൊക്കെ റിപ്പോർട്ട് ചെയ്തത്, അവർ ഒക്കെ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്, ക്രൂരതയാണെന്നാണ് നമുക്കും തോന്നുന്നത്. ഇനി വേറൊരു കാര്യം കണ്ടത് ഈ പിന്നെ റൂഫ് ഇട്ടുകൊണ്ടിരുന്ന 2 ആളുകളെ പിന്നെ ഒരു വീടിൻ്റെ റൂഫ് പിന്നെ ഇട്ടുകൊണ്ടിരുന്ന 2 പേരെ പിടിച്ചത്. അത് ഈ ഐസ് അധികൃതർ ആ റൂഫിൻ്റെ മുകളിൽ കയറി അവരെ അറസ്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം താഴെ കാത്തു നിൽക്കുന്നത് കണ്ടു. വളരെ ഖേദകരമാണ്. അമേരിക്ക ഈ രീതിയിൽ ഈ ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പാക്കണമെങ്കിലും ഈ രീതിയിലൊക്കെ നടപ്പാക്കേണ്ടതുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കേണ്ട കാലമായി എന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള റേസിസം മുതൽ ഉള്ള കാര്യങ്ങൾ, ഈ പിന്നെ ഹോമോഫോബിയ, മനുഷ്യവിരുദ്ധത, ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ നാച്ചുറലൈസേഷൻ. ഇവിടെ പൗരത്വം എടുത്ത ആളുകൾക്ക് അവരുടെ പൗരത്വം പുനഃപരിശോധിക്കും. എല്ലാവരുടെയും അല്ല, ഈ എന്തെങ്കിലും സംശയകരമായ രീതിയിൽ പൗരത്വം എടുത്തിട്ടുണ്ട്, പിന്നെ പൗരത്വം എടുത്തവർക്ക് എന്തെങ്കിലും സംശയകരമായ രീതിയിൽ കാണപ്പെട്ടാൽ അവരുടെ പൗരത്വം പുനഃപരിശോധിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് ഒരു മാസം ഒരു 100-120 പേരുടെ ലിസ്റ്റ് വീതം കൊടുക്കാനായിട്ടാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫീൽഡ് ഓഫീസുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ USCISൻ്റെ പിന്നെ USCISൻ്റെ പിന്നെ ഫീൽഡ് ഓഫീസുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും പേരെ ഒന്നും കണ്ടെത്താനാവില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഏതാണ്ട് പിന്നെ 100-127 പേരുടെ പൗരത്വം മാത്രമാണ് റദ്ദാക്കിയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ വളരെ ചുരുക്കം പേരുടെ മാത്രം, ഒരു വർഷം 5-8 പേരുടെ മാത്രമൊക്കെയാണ് സാധാരണയായിട്ട് റദ്ദാക്കാറുള്ളത്. അതിൽ കൂടുതലൊന്നും വരാറില്ല. കാരണം അത്രയധികം വെറ്റ് ചെയ്തിട്ടാണ്, അത്രയധികം പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് പൗരത്വം കൊടുക്കുന്നത്. എന്നാലും കള്ളത്തരമൊക്കെ പറഞ്ഞ് ഈ ചിലർ പൗരത്വം നേടാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ, ബൽജിത് സിംഗ് പിന്നെ എന്നോ പറഞ്ഞ ഒരു ന്യൂജേഴ്സിയിൽ നിന്നൊരു ഇന്ത്യക്കാരൻ. അപ്പോൾ അയാൾ പൗരത്വം നേടി. പക്ഷേ പിന്നീട് മനസ്സിലായി ഇയാൾ 1990 വേറൊരു പേരിൽ അമേരിക്കയിൽ വന്നിരുന്നു. എന്നിട്ട് പിന്നീട് പിന്നെ തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ മുങ്ങുകയോ എന്തോ ചെയ്തതിന് ശേഷം വേറെ പിന്നെ പേര് മാറ്റി പിന്നെ ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങളൊക്കെ നേടി എന്നിട്ട് പൗരത്വം നേടുകയാണ് ചെയ്തത്. അപ്പോൾ അയാൾ പിന്നെ മുൻ പേര് പിന്നെ കണ്ടുപിടിച്ചോടി അയാളുടെ പൗരത്വം റദ്ദാക്കി അയാളെ ഡീപ്പോർട്ട് ചെയ്തു. അപ്പോൾ പൗരത്വം റദ്ദാക്കി കഴിഞ്ഞാൽ അവരെ ഗ്രീൻ കാർഡിൽ തുടരാൻ പറ്റുമെന്നാണ് പിന്നെ ഈ ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടിൽ കണ്ടത്. അത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണയില്ല. ഈ പൗരത്വം കള്ളത്തരം കാണിച്ച് പൗരത്വം പിന്നെ മേടിച്ചാൽ ആ പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഇപ്പം നാസി കുറ്റവാളികളൊക്കെ ഇവിടെ വന്ന് രഹസ്യമായിട്ട് പൗരത്വമൊക്കെ മേടിച്ചാൽ പിന്നീടത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരുടെ പൗരത്വമൊക്കെ റദ്ദാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഈ പൗരത്വം റദ്ദാക്കാനുണ്ട് ചില കാരണങ്ങൾ പറയുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ഈ ഗ്യാങ്ങിൽ പെടുന്നത്, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വലിയ പിന്നെ ഈ ടെററിസ്റ്റ് പിന്നെ കുറ്റകൃത്യങ്ങൾ, ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പൗരത്വം റദ്ദാക്കാമെന്നാണ് പറയുന്നത്. എന്തായാലും അതൊന്നും വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് കോടതിയിൽ ഫയൽ ചെയ്ത് കോടതി ആണ് തീരുമാനിക്കേണ്ടത് ഈ പൗരത്വം റദ്ദ് ചെയ്യണോ വേണ്ടായോ എന്ന്. അപ്പോൾ അധികൃതർ ഇത് തെളിയിക്കണം, ഇവരുടെ പൗരത്വം ശരിയായിട്ടല്ല കൊടുത്തത് അല്ലെങ്കിൽ ഇവരത് ശരിയായിട്ടല്ല ഉപയോഗിച്ചതെന്ന്. അപ്പോൾ പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ എത്ര തലമുറ വരെ പിന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പൗരത്വം കൊടുത്തവരുടെ കാര്യത്തിലാണ് ഈ പുനർവിചിന്തനമൊക്കെ വരുന്നത്. അതിന് മുമ്പ് കൊടുത്തവരുടെ കാര്യത്തിലോ അതിന് ഒന്നുമില്ലതാനും. എന്തായാലും പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കള്ളത്തരത്തിലൂടെ അല്ല അത് നേടിയതെങ്കിൽ പിന്നെ അതൊരു പുനഃപരിശോധന വരുന്നത് കഷ്ടമാണ്. ആളുകൾക്കിടയിൽ ഒരു പേടി ഉണ്ടാക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നുള്ളതാണ്
പിന്നെ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം, അത് വളരെ സത്യവുമാണ്, ആളുകളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും ഈ ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങൾ പലതരത്തിലും ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് എല്ലാത്തരം ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങളും നിർത്തിവെച്ചിരിക്കുന്നു. ഒന്നും ഗ്രീൻ കാർഡിന് അപേക്ഷിച്ച് അവർക്ക് കിട്ടുന്നില്ല. പൗരത്വത്തിന് വോട്ടെടുക്കാൻ പോയവരെ പോലും തിരിച്ചു വിളിക്കുന്നു. പിന്നെ അവരുടെ H1B വിസയോ അതുപോലുള്ള വിസകൾ അവർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പരിശോധിക്കുന്നില്ല. അപ്പോൾ അവരുടെ എല്ലാം ഇമിഗ്രേഷൻ അപേക്ഷകൾ വെറുതെ അവിടെ കെട്ടിക്കിടക്കുന്നു. ഒരു കാര്യവും തീരുമാനമാകുന്നില്ല. ഇനി നമുക്കറിയാം, ഇന്ത്യയിൽ ഈ H1 വിസയുടെ കാര്യത്തിനും മറ്റും, H1 വിസ പുതുക്കാനും മറ്റുമായിട്ട് ഇന്ത്യയിൽ പോയ ആളുകൾ, അവർക്ക് വിസ അപ്പോയിൻമെൻറ്റ് ഈ മാസം കിട്ടിയവർ പോലും ഉണ്ട്. അതെല്ലാം ഒരു 6 മാസത്തെ അടുത്ത മെയ്യിലേക്കൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു. 5-6 മാസം കഴിഞ്ഞാണ് അവർക്ക് അപ്പോയിൻമെൻറ്റ് പോലും കിട്ടുന്നത്. അപ്പോൾ 5-6 മാസം ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലി പോകാനുള്ള സാധ്യത വളരെ ഉണ്ട്. പലർക്കും അവിടെ നിന്ന് ചെയ്യാമായിരിക്കാം, പക്ഷേ എല്ലാവർക്കും അത് കഴിഞ്ഞൊന്നും വരില്ല. അതുപോലെ തന്നെ ഈ ജോലി ചെയ്യാതിരുന്നാൽ ആ H1 സ്റ്റാറ്റസ് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ H1 വിസയ്ക്ക് പുതുക്കണമെങ്കിൽ, പുതുതായിട്ട് അപേക്ഷിക്കണമെങ്കിൽ $1,00,000 കൊടുക്കണം. അപ്പോൾ അതിനെത്ര കമ്പനികൾ തയ്യാറാകും? ചുരുക്കി പറഞ്ഞാൽ ഈ വിസയിൽ വന്നവർ ഒക്കെ ധാരാളമായിട്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുകയാണ് ചെയ്യുന്നത്. ഇത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം ഈ ലീഗലായിട്ടുള്ള അഭിപ്രായം മേടിച്ചും മാത്രം യാത്ര ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും അത് അങ്ങനെ തന്നെ നമ്മൾ പാലിക്കാം. കാരണം ഇന്നലെ കണ്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, ഈ അമേരിക്കയ്ക്ക് പുറത്ത് ഇമിഗ്രേഷൻ അധികൃതർക്ക് ശക്തി കൂടുതലാണ്. തിരിച്ചു വരുമ്പോഴൊക്കെ അവർക്ക് നിഷ്പ്രയാസം വിസ നിഷേധിക്കുകയും തിരിച്ചയക്കുകയും ചെയ്യാൻ പറ്റും. അമേരിക്കയ്ക്ക് അകത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കോടതിയൊക്കെ ഉണ്ട്, കോടതി മുഖേനയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതാണ് വ്യത്യാസം. ആ ഔട്ട്സൈഡ് അമേരിക്ക, അവിടെ കൂടുതലായിട്ട് നിയമങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കാനായിട്ട് കഴിയും. എന്തായാലും അത് ഈ ലീഗൽ ഒപ്പീനിയൻ തേടി വേണം യാത്രകളും അതുപോലെയുള്ള സുപ്രധാനമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.